ദൈവത്തെ സഹായിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ആരാധനയുടെ ഭാഗമായി വായിച്ച അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സ്തോത്ര സങ്കീർത്തനം എന്ന പ്രാരംഭത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ആമുഖമായിട്ടുള്ള ഏക സങ്കീർത്തനമാണല്ലോ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ 100-ാം സങ്കീർത്തനം. എല്ലാവരെയും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് വിളിക്കുന്ന സങ്കീർത്തനമാകുന്നു. അംഗമായുള്ള ആ പ്രോഗ്രാമുകൾക്ക് ദൈവസഭയെ പ്രതിനിധീകരിച്ച് പ്രിയ സാബുവിനാണ്, അതുപോലെ നമ്മുടെ വലത്തിലെ ജോബദറും ഉണ്ടായിരുന്നു. അവരുടെയും അന്വേഷണം ദൈവസഭയെ അറിയിപ്പാൻ ഓർമ്മിച്ചെടുക്കുന്ന സഹായിക്കട്ടെ. 3-ാമത്തെ വാക്യം 100-ന്റെ ദൈവത്തിൽ കടന്ന ദൈവങ്ങളോട് സന്തോഷത്തോടെ യഹോവയ്ക്ക് ആർപ്പിടുവാൻ, യഹോവയെ സ്നേഹിപ്പാൻ ഓർമ്മിക്കുന്നു. സന്തോഷവനായ ദൈവത്തെ, വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആർപ്പിടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഓർമ്മിക്കുമ്പോൾ സംഗീതത്തോടെ പ്രതിസന്ധിയിലേക്ക് കടന്നു വരുവാനും ഓർമ്മിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. വളരെ സന്തോഷത്തോടെ ദൈവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ ദൈവം നമ്മുടെ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. 3-ാമത്തെ വാക്യത്തിൽ ഓർമ്മിക്കുന്ന യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളിൽ തന്നെ. നാം അവന്റെ ജനവുമാകുന്നു, അവൻ മേയിക്കുന്ന ആടുകളിൽ തന്നെ. അവന്റെ ജനമാകുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയത്. അത് നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുത്തതല്ല, അവന്റെ ജനമായി തീർന്നതാണ്. നമ്മെ സ്നേഹിച്ച് മുൻനിർണയപ്രകാരം നമ്മെ വിളിച്ചു വേർതിരിച്ചതുകൊണ്ട് അവന്റെ ജനമാകുവാൻ, അവന്റെ മക്കളാകുവാൻ, അവൻ മേയിക്കുന്ന ആടുകളാകുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതുകൊണ്ട് അവനൊരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പ്രയത്നത്തോടെ അവന്റെ ജനമാകുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ലഭിച്ചു. പ്രയത്നത്തോടെ അപ്പോൾ അവന്റെ ജനമായിരിക്കുമ്പോൾ നാം എന്തൊക്കെയാ ചെയ്യേണ്ടത്? അവന്റെ ജനമായിരിക്കുന്ന നാം എന്തൊക്കെ ചെയ്യണം? പ്രയത്നത്തോടെ എങ്ങനെയാണ് നാം അവന്റെ ജനമാകുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നാം എങ്ങനെ അവന്റെ ജനമാകുന്നു? ദൈവത്തിനോട് സ്തോത്രം. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പൊ നന്ദിയുള്ള ഹൃദയത്തോടെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കും. കാരണം മറ്റുള്ളവരുടെ വ്യത്യസ്തമായി അവന്റെ ജനമായിരിക്കുമ്പോൾ അവനെ നിത്യം സ്തുതിച്ചുകൊണ്ട് ആയിരിക്കണം. എല്ലായ്പ്പോഴും പ്രകൃതത്തിൽ തോർപ്പിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാമത്തിൽ. ഞാൻ നിത്യം അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ എല്ലായ്പ്പോഴും അവന്റെ ജനമായിരിക്കുമ്പോൾ, അവൻ വിളിച്ചു കൊണ്ടിരിക്കുന്ന ജനമായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നമ്മെ കുറിച്ചായിരുന്നു. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ തന്നെ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ വായിക്കാം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. പുതിയ നിയമഭാഗത്ത് 4 പ്രാവശ്യം വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. പൂർണ്ണതയോട്, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, എല്ലാ പൂർണ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ അവർ ഓർപ്പിക്കുന്നത്. ഇത് പല പ്രാവശ്യം ഓർപ്പിക്കുമ്പോൾ ഈ പൂർണ്ണതയോടെ, പൂർണ്ണമായിട്ട് കർത്താവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ, കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലാകുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിന്റെ പ്രകാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവന്റെ ജനമായ നാം എപ്പോഴും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നാം അവന്റെ ജനം ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. 84-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്, എപ്പോഴും നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വർത്തമാന കാലങ്ങളിലും ഭാവി കാലങ്ങളിലും നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ഭൂതകാലങ്ങളൊക്കെ അവൻ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ
സാഹചര്യങ്ങൾക്ക് ഉപരിയായിട്ട്, സാഹചര്യങ്ങൾക്ക് അതീതമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ ജനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതികരണങ്ങൾ, സാഹചര്യങ്ങളുള്ള പ്രതികരണങ്ങൾ, സാഹചര്യങ്ങളെ ഓർത്ത് നാം നമ്മെ തന്നെ പഴിച്ച് നമ്മെ തന്നെ പിറുപിറുക്കുവാനല്ല, നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകൾ കൃപയോടുകൂടെ ഉള്ളതും ഉപ്പിനാൽ രുചി വരത്തക്കതുമാകുവാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിക്കുന്നു. അവൻ ദൈവത്തിന്റെ കൃപയാൽ വിളിച്ചു വേദനിക്കപ്പെട്ട ജനത്തെ കുറിച്ചായിരിക്കുന്നത്. നാം അവന്റെ ജനമാണെങ്കിൽ നമ്മുടെ പ്രതികരണം നമ്മുടെ വാക്കുകളിലൂടെ അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അറിയാം. നമ്മെ എങ്ങനെ അറിയുന്നത്? സ്തോത്രം. നമ്മുടെ വേഷത്തിൽ കൂടെ അറിയാം. ഇപ്പോൾ വേഷത്തിൽ കൂടെ അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളല്ലേ? വേഷം കൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ തീർച്ചയായും നമ്മുടെ സംസാരങ്ങൾ, വാക്കുകൾ കൊണ്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ ദൈവം പ്രത്യേക ഓർമ്മിക്കുന്ന സ്തോത്രം, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് കൃപയോടുകൂടെ ആയിരിക്കട്ടെ, ഉപ്പിനാൽ രുചി വരത്തക്കതാകട്ടെ. സ്തോത്രം. അപ്പോൾ നാം വാ തുറന്നു കഴിഞ്ഞാൽ സ്തോത്രം, ദൈവത്തെ സേവിക്കുന്നവരാണോ? ദൈവത്തിന്റെ വിളി കേട്ട് അവൻ ദൈവത്തിന്റെ ജനമായി തീർന്നിട്ടുള്ളതാണോ എന്നറിയണമെങ്കിൽ പ്രൈസ് ഗോഡ് നമ്മുടെ നാവുകളെ തുറക്കുമ്പോൾ അത് ദൈവനാമത്തിന് മഹത്വമാണെങ്കിൽ മറ്റുള്ളവർക്ക് പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകള്, നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കത്തക്ക രീതിയിൽ അവൻ കൃപയോടുകൂടിയതാണെങ്കിൽ, മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഇത് നാം ദൈവത്തിന്റെ ജനമാണോ എന്ന് തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ നാം സങ്കീർത്തന ഭാഗത്ത് കണ്ടതുപോലെ തന്നെ അവന്റെ ജനമാണെന്ന്, അവൻ മേയിക്കുന്ന ആടുകൾ നാം ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രൈസ് ഗോഡ് നമ്മുടെ പ്രതികരണങ്ങൾ, സ്തോത്രം, നമ്മുടെ വായിൽ വരുന്ന വാക്കുകളൊക്കെ ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി പ്രൈസ് ഗോഡ്. മറ്റുള്ളവരെ അത് മനസ്സിലാകത്തക്ക രീതിയിൽ ജീവിതത്തിലെ പ്രതിസന്ധികളുള്ള പ്രയാസങ്ങളുടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴും നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ദൈവത്തിന്റെ നന്ദിയോടെ തോന്നിയതോ വേദനയോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പാൻ കഴിയുമോ? പരീക്ഷയിലൂടെ കിടക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയുമോ? കഷ്ടതയോടെ നമ്മെ കടത്തിവിടുന്ന സമയങ്ങളിലും ദൈവത്തിന്റെ സ്നേഹത്തിൽ മാത്രം ആശ്രയിപ്പാൻ കഴിയുമോ? ദൈവങ്ങളെ മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നാം അവന്റെ ജനമാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രാകാരങ്ങൾ കടന്നു വന്ന ജനങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവാൻ പറഞ്ഞ ദൈവത്തിന്റെ മക്കൾ, ഹല്ലേലൂയ, നമ്മെ വിളിച്ചു വേദനിച്ച അവന്റെ ജനമാക്കിയെങ്കിൽ, അവന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ പേരുണ്ടെങ്കിൽ, തന്റെ ജനമായ ദൈവത്തിന്റെ മക്കൾ, നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, പ്രൈസ് ഗോഡ്, അവൻ പ്രതികരണത്തോടെ ദൈവത്തെ മഹത്വപ്പെടുന്ന, സാഹചര്യങ്ങൾക്ക് ഉപരിയായ ദൈവത്തെ മഹത്വപ്പെടുന്ന അവൻ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിൽ ഒരു നമ്മോട് കൂടെ സാമീപ്യം ഇല്ല എന്ന് തോന്നുമ്പോഴും പ്രൈസ് ഗോഡ്, അവൻ നമ്മൾ വളരെ അകന്നാണോ എന്ന് തോന്നുമ്പോഴും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. നമ്മുടെ അക്ഷരീയമായുള്ള നമ്മുടെ വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന വാക്കുകളോട് മാത്രമല്ല സ്തോത്രം, നമ്മുടെ ഹൃദയത്തെയും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ് സ്തോത്രം. നമുക്ക് അതരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം സ്തോത്രം. പ്രവാചകൻ യെശയ്യാപ്രവചനം ഓർപ്പിക്കുന്നത്, ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ട് വളരെ അകന്നിരിക്കുന്നില്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ദൈവത്തിന്റെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. ആരാധനയെ കുറിച്ച് യേശുക്രിസ്തു തന്നെ അവൻ ശബരിക്കാരൻ സ്ത്രീയോട് സംസാരിക്കുന്ന അവരുടെ സംസാര സമയങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നു. സ്തോത്രം. യെരൂശലേമിലുമല്ല ആ വഴിയുമല്ല ആരാധന നടക്കുന്നത് ഓർപ്പിച്ചതുപോലെ അവൻ സത്യ നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കും. ദൈവങ്ങളെ, ഞാൻ ഈ സയാനത്തിൽ ഓർപ്പിക്കുന്ന വിഷയം നമുക്കിന്ന് വളരെ ശക്തമായ അവൻ
ആരാധന സംഗീതങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഉള്ള ചില ബാൻഡ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അവരൊക്കെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കും. പ്രൈസ് ഗോഡ്. അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നാല് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്തോത്രം, നമ്മൾ ദൈവത്തിൽ നമ്മെ തന്നെ അവൻ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ പകർന്നുകൊണ്ട് നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവങ്ങളല്ല ഈ ദിവസങ്ങളിൽ നമുക്കൊരു വലിയ മാറ്റം. പ്രൈസ് ഗോഡ്. അവൻ ഹൃദയപൂർവ്വം അവൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, സന്തോഷത്തോടെ ദൈവത്തെ വിട്ട് കടന്നു പോകാൻ കഴിയും. ഹന്നയൊക്കെ വളരെ സന്തോഷത്തോടെ പോയി നിവർത്തിക്കുന്നവർ സന്തോഷത്തോടെ പോകണമെങ്കിൽ അങ്ങനെ കഴിയുള്ളൂ. സ്വന്തം കയ്യനോട് ദൈവം ചോദിക്കുന്നുണ്ട്, കയ്യനെ നിന്റെ മുഖം വാഴുന്നതെന്ന്. നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ല. കഥാപതിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്നു. പ്രൈസ് ഗോഡ്. ഉടനെ തന്നെ പ്രതികരണം വന്നു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ആരാധനയിൽ പൂർണ്ണ സന്തോഷം ലഭിക്കാതെ മടങ്ങിപ്പോയാൽ, പ്രൈസ് ഗോഡ്, ആരാധനയിൽ വാസ്തവമായി ദൈവസാന്നിധ്യം അനുഭവിക്കാതെ മടങ്ങിപ്പോയാൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ വൈൽഡ് വർക്കിൽ വരുന്ന പ്രതികരണങ്ങൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അത് പെട്ടെന്ന് അറിയുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പ്രൈസ് ഗോഡ്, സംഗീതക്കാരനോട് ചേർന്ന് സന്തോഷത്തോടെ അവനെ ആർപ്പിട്ട് മഹത്വപ്പെടുത്തി ദൈവത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് ആരാധിച്ച് മടങ്ങിപ്പോയാൽ പ്രതികരണം അപ്പോഴറിയാൻ കഴിയും. ഹല്ലേലൂയ, വളരെ സന്തോഷത്തോടെ മുഖഭാവം തന്നെ നോക്കാൻ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ മുഖം വാടിയിരിക്കുന്നല്ല, നിന്റെ മുഖം സന്തോഷിച്ചിരിക്കുന്നതെന്നും ചോദിക്കാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ആരാധനയുള്ള വലിയ സന്തോഷം അനുഭവിച്ച് ദൈവിക വിടുതൽ അനുഭവിച്ചുകൊണ്ട് മടങ്ങി പോകാനും അവൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവന്റെ വാക്കുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. 5-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നു, അവൻ നല്ലവനല്ലോ. എന്തുകൊണ്ടാ അവനെ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നത്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്. മാത്രമല്ല അവന്റെ വിശ്വസ്തത തലമുറയോളം ഉണ്ട്. പ്രൈസ് ഗോഡ്. അവൻ തലമുറയോളം, പ്രൈസ് ഗോഡ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ സഹായിക്കുന്ന കർത്താവാണ്. ഓർത്തുകൊണ്ട് അവൻ കരങ്ങൾ വേണ്ടി ഒരുക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് സഹായിക്കും.